ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മുടെ പബ്ലിക് എക്സാമിന് ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഗവൺമെന്റ് ഇറങ്ങിയിട്ടുള്ള SCRT ബേസ് ആയിട്ടുള്ള ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ചോദ്യ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യത്തെ നമുക്ക് മോഡൽ എക്സാമിന് ചോദ്യം വന്നിരുന്നത്. ആ ഒരു ചോദ്യം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. പല ആളുകളും ചിലപ്പോൾ ആ ഒരു ചോദ്യ പേപ്പർ ചിലപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യണ്ടാവും, വെറുതെ ഒന്നും ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു 3 സെറ്റ് ചോദ്യ പേപ്പറിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്ററിൽ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് അത് മാത്രം നമ്മൾ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടിയാലും മക്കളെ ആരും സ്കിപ്പ് ചെയ്യരുത്, കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കും. അപ്പോൾ ഇനി അധികം സംസാരിക്കുന്നില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യണം, എപ്പോഴും നമുക്ക് ആ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ചോദ്യം, ഇതിനെ ബേസ് ചെയ്ത ചോദ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കണം. അതിൽ ലിവർ, ഉത്തോലകം, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 വരാം, ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി അടുത്ത സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണ്. അത് ഓർത്ത് വയ്ക്കുക, എക്സാമ്പിളുകളും ഓർത്ത് വയ്ക്കുക. തേർഡ് ഓർഡർ 3 വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും, ഒന്നിൽ താഴെ ആയിരിക്കും ഓർത്ത് വയ്ക്കുക. കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന ലോഡ് ബൈ എഫേർട്ട് എന്നുള്ളൊരു ഇക്വേഷൻ അല്ലെ, ആ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി അതല്ലെങ്കിൽ EA/LA. ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു ഏരിയയിൽ അറിയണം. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടൊരു ചോദ്യ പേപ്പർ ഇത് അവിടെ വന്നിട്ടുണ്ട്. ഈ ചോദ്യം നമുക്ക് പെട്ടെന്ന് നോക്കുക. ഒരു ചിത്രം നെയിൽ പുള്ളർ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നെയിൽ പുള്ളർ ഏത് തരത്തിലുള്ള ഉത്തോലകമാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഉത്തോലകം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെയാണ് ലോഡ് വരുന്നത്. ഈ ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ, ആ പിടിയിലെ ഭാഗത്തായിരിക്കും നമ്മൾ എഫേർട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് സെൻറ്ററിലാവും ഫൽക്രം വരിക. അപ്പോൾ ഫൽക്രം സെൻറ്ററിൽ വന്നാൽ അത് ഏത് ഓർഡറായി, ഫസ്റ്റ് ഓർഡറായി. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് ലിവർ ഈസ് എന്താണ്, നെയിൽ പുള്ളർ. അപ്പോൾ നമുക്കറിയാം അത് 1ാം വർഗം ഫസ്റ്റ് ഓർഡറാണ്. കാരണം എന്താണ്, ഫൽക്രം ബിറ്റ്വീൻ എവിടെയാണ്, ലോഡ് ആൻഡ് എഫേർട്ട് അല്ലേ, രോധത്തിനും അതേപോലെ തന്നെ യജ്ഞത്തിനും ഇടയിലാണ് ധാരം വന്നത്, അതുകൊണ്ട് അത് ഫസ്റ്റ് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഇതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലമാണ്. ആണിയിൽ എന്താണ് ഇളക്കുന്ന ഒരു 50 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുക. അപ്പോൾ ഇവിടെ എഫേർട്ട് ആയിട്ട് ഒരു 50 ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ലോഡ് നമുക്ക് കണ്ടെത്തണം. നമുക്ക് വേറൊരു പേജിൽ ചെയ്യാം, ആ ഇടങ്ങേറാവണ്ട. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു പ്രാവശ്യം എഴുതാണ്. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ വായു നിർത്തി എഴുതിയല്ല, ഈ ക്വസ്റ്റനിൽ ഇവിടെ തന്നിട്ടുണ്ട് 5, കണ്ടില്ലേ. ഇനി അടുത്തത് നമ്മൾ പ്രയോഗിക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടൺ, അതും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ആണി ഇളക്കാനായിട്ട് ആ ലോഡ് എത്രയെന്നാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ മനസ്സിൽ വന്നാൽ മതി. എന്താണ് നമ്മൾ ഇക്വേഷൻ, MA = ലോഡ് ബൈ എഫേർട്ട് അല്ലേ. MA എന്ന് പറഞ്ഞാൽ 5 = ലോഡ് കാണണം. ഇനി അടുത്ത് എന്താണ്, എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 50 തന്നിട്ടുണ്ട്. അപ്പോൾ സുഖമാണ്, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. അങ്ങനെയെങ്കിൽ 5 × 50 = ലോഡ്, അതായത് ലോഡ് = 5×25 250 ന്യൂട്ടൺ കിട്ടി. ഇത്രയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യം സെറ്റാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ എല്ലാവരും ചെയ്ത് പഠിക്കണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഏരിയയാണ് വീൽ ആൻഡ് ആക്സിൽ. വീൽ ആൻഡ് ആക്സിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഈ ഒരു കാര്യം ഓർത്തേക്ക്, MA = R/r. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി അതല്ലെങ്കിൽ ലോഡ് ബൈ എഫേർട്ട് = R/r. ഈ 2 രീതിയിലും നിങ്ങളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് SCRT ഇറക്കിയിട്ടുള്ള ഒരു ചോദ്യ പാറ്റേണിൽ നിന്നും എടുത്തിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. വീൽ ആൻഡ് ആക്സിൽ ഉപയോഗിച്ച് 500 കിലോഗ്രാം ഭാരം ഉയർത്തുന്നു. 500 കിലോഗ്രാം ഭാരം ഉയർത്താറുമ്പോൾ അപ്പം തന്നെ ഓർത്തേക്ക് ന്യൂട്ടണിലേക്ക് മാറ്റാൻ 10 കൊണ്ട് ഗുണിക്കുക, അതാണ്. അപ്പോൾ 5000 ന്യൂട്ടൺ എന്ന് കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ 9.8 കൊണ്ടൊക്കെ ഗുണിക്കുക, പക്ഷെ അങ്ങനെ ആകുമ്പോൾ പോയിന്റ് സംഖ്യയൊക്കെ വരും. അതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ട് 10 കൊണ്ട് ഗുണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്. ഇനി ചക്രത്തിന്റെ ആരം, അതായത് വീലിന്റെ റേഡിയസും തന്നിട്ടുണ്ട്, അതേപോലത്തെ ആക്സിലിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭാരം ഉയർത്താൻ ആവശ്യമായ എഫേർട്ട്, ബലം എത്രയാണ്, ആ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതട്ടെ. നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്, കളറൊന്ന് മാറ്റി പിടിക്കട്ടെ. ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 500 കിലോഗ്രാം. ആ 500 കിലോഗ്രാമിന് നമ്മളെ പേനക്ക് എന്ത് പറ്റി, 500 കിലോഗ്രാമിന് ഈ പേനക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ലോഡ് ഈസ് ഈക്വൽ ടു എത്രയാണ് 500 കിലോഗ്രാം. ആ 500 കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ എത്ര കൊണ്ട് ഗുണിക്കണം 500 × 10 എന്ന് വരും. അതായത് 5000 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, വീലിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 0.8 മീറ്റർ. ഇനി ആക്സിലിന്റെ റേഡിയസ് എന്ന സ്മോളറ്റ് ആണ് 6 അതിന്റെ നമുക്ക് 0.2 മീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്തണം എഫേർട്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ വീലിൽ നമ്മൾ പ്രയോഗിക്കുന്ന എഫേർട്ട് നമുക്ക് കണ്ടെത്തണം. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ഇനി ഇത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാന്നറിയോ, അതായത് L/E ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R/സ്മോൾ r ഇങ്ങനെ ഒറ്റയടിക്കടി ചെയ്യാം. ഞാൻ അതിന് പകരം ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാണ്. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ക്യാപിറ്റൽ R/സ്മോൾ r. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ 0.8 മീറ്റർ ആണ്, സ്മോൾ r എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് മീറ്ററൊക്കെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെയെങ്കിൽ 0.8/0.2 നമുക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് 4 എന്ന് കിട്ടി. എത്ര കിട്ടി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 4 4 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് കണ്ടെത്തേണ്ട എന്താണ്, അടുത്ത നമുക്ക് കണ്ടെത്തേണ്ട മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടി ഈസ് ഈക്വൽ ടു ലോഡ് എന്ന് പറഞ്ഞാൽ 5000 ന്യൂട്ടൺ കിട്ടിയിട്ടുണ്ട് ബൈ എഫേർട്ടാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ഈ ഈനെ എങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 4 താഴത്ത് കൊണ്ടുവന്നാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനത് ഇവിടെ എഴുതാണ് E ഈസ് ഈക്വൽ ടു 5000/4. 5000നെ 4 കൊണ്ട് ഹരിക്കുക, പകുതിന്റെ പകുതി എടുക്കുക. അപ്പൊ എത്ര കിട്ടി 1250 ന്യൂട്ടൺ. അതായിരിക്കും എഫേർട്ട്. അപ്പൊ ഇത്ര ഉള്ളൂ ആ ഒരു ചോദ്യം. അപ്പൊ ചോദ്യം ഈ രണ്ടാമത്തെ ചോദ്യം ഒരു തവണ നിങ്ങൾ വായിച്ചു നോക്കുക, ഒരു ഒറ്റ തവണ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾ പഠിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ വീലും ആക്സിലുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അച്ചും ചക്രം എന്നൊക്കെ കേട്ടാൽ എന്താണ്, വീൽ ആൻഡ് ആക്സിലാണ്. സംവിധാനത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്നത് ശരിയായത് ഏതെന്നാണ്. നമുക്കിവിടെ എത്ര 3-4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. യാന്ത്രിക ലാഭം 1-ൽ കൂടുതലാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് വരാൻ കാരണം ക്യാപിറ്റൽ R/സ്മോൾ r. R എപ്പോഴും വലുതാണ്. അതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് ശരിയാണ്. ഫസ്റ്റ് പോയിന്റ് ശരിയാണ്. രണ്ടാമത്തെ പോയിന്റ് യത്നം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും തുല്യമാണ്. യത്നം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും കണ്ടല്ലോ, വർക്ക് ഡൺ ബൈ എഫേർട്ട് ആൻഡ് അതേപോലെ തന്നെ ലോഡ് എന്താണ് ഈക്വൽ ആണ്. അതും ശരിയാണ്. കാരണം എത്ര ഉള്ളൂ, എന്താണ് ലോഡ് × 2πr ഈസ് ഈക്വൽ ടു എഫേർട്ട് × 2π ക്യാപിറ്റൽ R. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ശരി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, യജ്ഞഭുജം രോധഭുജത്തേക്കാൾ ചെറുതാണ്. അപ്പൊ അത് തെറ്റാണ്, അങ്ങനെയൊന്നും ഇവിടെ ആവശ്യമില്ല. ഇനി അടുത്തെന്താണ്, ചക്രത്തിന്റെ ആരം കൂടുതലും ആക്സിലിന്റെ ആരം കുറവുമാണ്. ശരിയാണ് അല്ലേ? അതാണ് റേഡിയസ് ഓഫ് വീൽ എന്താണ് ലാർജർ ദാൻ എന്താണ് റേഡിയസ് ഓഫ് എന്താണ് ആക്സിൽ സ്മോളർ. അപ്പോൾ ഇവിടെ ഏതൊക്കെ പോയിന്റ് ആണ് ശരിയായിട്ടുള്ളത്? 1 ശരിയായിട്ടുണ്ട്, 2 ശരിയായിട്ടുണ്ട്, 4 ശരിയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 1, 2, 4 ശരിയായത് ബി ആണ് ആൻസർ. അപ്പൊ ഏതായിരിക്കും ആൻസർ? 1, 2, 4 ബി. അപ്പൊ വീൽ ആൻഡ് ആക്സിൽ എന്ന് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങളെ മനസ്സിലുണ്ടാവുന്നതാണ് ഒരു വീൽ ആൻഡ് ആക്സിൽ. ഈ വീലിൽ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് ലോഡ് വരുന്നത്. ഇതാണ് ലോഡ് വരുന്നത്. ഇവിടെയാണ് എഫേർട്ട്. അപ്പോൾ ലോഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2πr. ഒറ്റ തവണ കറങ്ങുക. ഇത് ഒറ്റ തവണ കറങ്ങുമ്പോൾ 2π ക്യാപിറ്റൽ R എന്നൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ അവിടെ നിന്ന് എഴുതിയേക്കാം. അതായത് ലോഡ് × 2π സ്മോൾ r ഈസ് ഈക്വൽ ടു എഫേർട്ട് × 2π ക്യാപിറ്റൽ R. ഇത് രണ്ടും ഈക്വൽ ആണ്. അതൊന്ന് വെറുതെ മനസ്സിൽ ഓർത്തേക്ക്, ചിലപ്പോൾ അതിന് ബേസ് ചോദ്യങ്ങളൊക്കെ വന്നാലും. ഇനി അടുത്തൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ചെരിഞ്ഞ പ്രതലവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നിങ്ങൾ ഇതോട് പറയുമ്പോഴേക്ക് നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇത് നോക്കുക, ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ എഫേർട്ട് × L എന്ന് വരും. ഇവിടുന്ന് ഒരു ഹൈറ്റ് നമ്മൾ ഡയറക്റ്റ് മുകളിലേക്ക് പൊക്കുകയാണെങ്കിൽ ലോഡ് × H എന്ന് വരും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലെത്തേണ്ടത് ഇത്രേ ഉള്ളൂ, E × L ഈസ് ഈക്വൽ ടു L × H. ഇത് നിങ്ങളെ മനസ്സിലുണ്ടാവും. ഇൻക്ലൈൻഡ് പ്ലെയിൻ, ചെരിഞ്ഞ പ്രതലം എന്ന് പറയുമ്പോൾ. ഇനി അതല്ലെങ്കിൽ L/E ഈസ് ഈക്വൽ ടു സ്മോളർ L/H. ഇതും നിങ്ങളെ മനസ്സിലുണ്ടാവും. നമുക്ക് സുഖമായിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം? 9 മീറ്റർ നീളമുള്ള ചെരുവുതലം. അപ്പൊ ചെരുവുതലം എന്ന് പറഞ്ഞാൽ 9 മീറ്റർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 9 മീറ്റർ നീളമുള്ള ചെരുവുതലത്തിൽ 1200 കിലോഗ്രാം വെയിറ്റ്
വെയിറ്റ് 3 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് ഉയർത്തുന്നു. 3 മീറ്റർ എന്നുള്ളൂ. അപ്പം നമുക്കൊരു ചിത്രം ഞാൻ അവിടെ വെറുതെ ഒന്ന് വരച്ചേക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 3 മീറ്റർ ഉയരം, 9 മീറ്റർ ചെരിവ് തലം. ഇനി അതോടൊപ്പം 1200 കിലോഗ്രാം വെയിറ്റ് ഭാരം. ഭാരം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ട് എത്രയാണ്? 1200 കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന എഫേർട്ട് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിൽ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എത്രയാണല്ലേ? കണ്ടല്ലേ? 1200 കിലോഗ്രാം വെയിറ്റ് ലോഡ് ഈസ് ലിഫ്റ്റഡ് ടോപ്പ് ഈ 3 മീറ്റർ ഹൈറ്റിലേക്ക് എത്തിക്കണം. അതിനുള്ള എന്താണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 9 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഇത്രയും ഭാരം ഉയർത്താൻ ചെരുവിരൽ പ്രയോഗിക്കേണ്ട ഫലം എത്രയാണ്? കണ്ടില്ലേ? ഫോഴ്സ് റിക്വയർഡ് ദ ലോഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ളതിനെ നമ്മൾ മുകളിലേക്ക് ഉയർത്താൻ എത്ര എഫേർട്ട് കൊടുക്കണം? അപ്പോൾ എഫേർട്ടാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു പേജ് എടുത്തിട്ട് ഇവിടെ ചെയ്യാണ്. ഇതാ നോക്കിക്കോളും. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളെ മനസ്സിലെത്തേണ്ടത് E × L = L × H. ഇത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ആ ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഇവിടെ ഞാനൊരു എഫേർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അതാണ്. ഇനി ഇവിടുന്ന് ഒരു ലോഡ് നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ അത് ലോഡ് × H എന്ന് വരും. അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇതിപ്പോൾ കാണുമ്പോൾ ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ? ഞാൻ വായിച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടാവുക. നമ്മൾ ഇക്വേഷൻ E × L = L/H എന്ന് ഓർത്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ E = എഫേർട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എല്ലിനെ നേരെ താഴ്ത്തു കൊണ്ടുപോയാൽ പോരെ? അപ്പോൾ L × H/, സ്മോൾ ലെറ്റർ L എന്ന് വരും. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ഈ പേനയ്ക്ക് എന്തോ പറ്റി. അപ്പോൾ L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1200 കിലോഗ്രാം വെയിറ്റ് ന്യൂട്രലിലേക്ക് മാറ്റുമ്പോൾ × 10 എന്ന് വരും. അപ്പോൾ ഒരു 10 കൂടി കൊടുക്കുക അല്ലേ? × H എന്ന് പറഞ്ഞാൽ 3 മീറ്റർ L എന്ന് പറഞ്ഞാൽ 9 മീറ്റർ ആണ് അല്ലേ? H ഹൈറ്റ് 3 മീറ്ററും അതേപോലെ തന്നെ L എന്ന് പറഞ്ഞാൽ 9. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? വെട്ടിക്കളഞ്ഞൂടെ? 3-ൽ 1 പ്രാവശ്യം പോവും, 9-ൽ 3 പ്രാവശ്യം പോവും. അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും വെട്ടാം. ഈ 3ഉം ഈ 12ഉം വെട്ടാം. 4 പ്രാവശ്യം വരും. അപ്പോൾ 4ഉം 3 0. അപ്പോൾ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടി? ആൻസർ ഇവിടെ 4000 ന്യൂട്ടൺ കിട്ടി. എത്ര ന്യൂട്ടൺ കിട്ടി? 4000 ന്യൂട്ടൺ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടി. ഇത്രയും ഭാരം ഉയർത്താൻ ചെരുവിരൽ പ്രയോഗിക്കേണ്ട ബലം എഫേർട്ടാണ് കാണേണ്ടത്. അപ്പോൾ എഫേർട്ട് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിച്ചു. അതായത് L/E = എന്താ എഴുതാം? L/H. ഈ ഇക്വേഷൻ വെച്ചും ചെയ്യാം കേട്ടോ. ഇതിന്നപ്പോൾ ഈ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്ന് ഈ കണ്ടെത്താൻ L താഴത്ത് കൊണ്ടുപോയത്. അപ്പോൾ L × H/L. അപ്പോൾ അതിൽ സംഖ്യകൾ എടുത്തു. ഇവിടെ എങ്ങനെ സാറേ ഇവിടെ എങ്ങനെ 10 വന്നതെന്ന് ചിന്തിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അവിടെ ഞാൻ ഇവിടെ നിന്ന് എഴുതിയൊക്കെ എത്രയാണ്? 1200 കിലോഗ്രാം വെയിറ്റിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 1200 × 10 കൊണ്ട് ഗുണിച്ചു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഈ പ്രവർത്തനത്തിൽ ചെരുവുതലം ഉപയോഗിക്കുന്ന പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് തെളിയിക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ചിത്രം വരയ്ക്കട്ടെ. ഇത് 3 മീറ്റർ ഉയരാണ്, ഇത് 9 മീറ്റർ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചിന്ന കാര്യം, കളറൊന്ന് മാറ്റി പിടിക്കട്ടെ. അതായത് ഇപ്പം ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 1200 അല്ലേ? 1200 ഒരു 0 കൊണ്ട് വരും അല്ലേ? 12000 വരും. കാരണം എന്താണ്? നമ്മൾ ലോഡ് കിലോഗ്രാം വെയിറ്റിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വരും അല്ലേ? ഇനി ഇവിടെ നമുക്ക് എത്ര വരുന്നത്? ഈ ചിത്രത്തിലേക്ക് നോക്കും. ഇവിടെ എത്ര എഫേർട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? ഈ 12000 നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എത്രയായിരുന്നു? എഫേർട്ട് നമുക്ക് എത്ര കിട്ടി? 4000 എന്ന് കിട്ടി. 4000 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ, ഇവിടുത്തെ എഫേർട്ട് × ലെങ്ത് അല്ലേ? ഞാൻ 2 ഭാഗമായിട്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്തു? ഇവിടുത്തെ E × L ഇതും ചെയ്യാം. ഇവിടെ L × H ചെയ്യാം. രണ്ടും ഈക്വൽ ആണെങ്കിൽ പ്രവൃത്തിയിൽ എന്തില്ല? വർക്കിൽ ലാഭമില്ല എന്ന് ഓർത്തേക്കുക, തുല്യമാണെന്ന് ഓർത്തേക്കുക. അപ്പോൾ E × L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എത്ര? 4000 × 9 എന്ന് വരും. ഇവിടെ എത്ര വരും? L × H എന്ന് വരും. അതായത് L എന്ന് പറഞ്ഞാൽ 12000 × 3 എന്ന് വരും.
ഇത് രണ്ടും ഗുണിച്ച് നോക്കി 4 9 36 3 0 അത്രയും ജൂൾ. ഇവിടെ 3 2 6 36 ഇവിടെയും 3 0 അത്രയും ജൂൾ. അപ്പൊ രണ്ട് ഭാഗത്തും ചെയ്യുന്ന വർക്ക് ഇ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. രണ്ട് ഭാഗത്തും ചെയ്യുന്ന വർക്ക് എന്താണ്? ഒരേ ജൂളാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ഈ പ്രവർത്തനത്തിൽ ചെരിവ് തലം ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല. ടോട്ടൽ വർക്കിൽ എന്തില്ല, അവിടെ ലാഭമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, എഫേർട്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം കൊടുത്തേക്ക്. അപ്പൊ ഇതൊക്കെ ഒരു ആശയങ്ങള് ഇതിപ്പോ ഞാൻ അങ്ങനെ വലുതാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കും. പക്ഷെ ഒറ്റ തവണ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, വീണ്ടും അടുത്തൊരു ചോദ്യം. 5 മീറ്റർ നീളവും 3 മീറ്റർ ഉയരമുള്ള ഒരു ചെരിവ് തലത്തിലൂടെ ഭാരം തള്ളി നീക്കാൻ 100 ന്യൂട്ടൺ ബലം ആവശ്യമാണ്. ഈ ചെരിവ് തലത്തിന്റെ യാന്ത്രിക ലാഭം കണ്ടെത്തുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത് സിമ്പിൾ ആണ്. നേരത്തെ പോലെ കുറേ ചെയ്യാനും നിൽക്കണ്ട. എം എ ഈക്വൽ ടു എന്താണ്? എൽ ബൈ എച്ച്. ഇനി എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 മീറ്റർ നീളം അല്ലെ? നീളം എന്ന് പറഞ്ഞാൽ 5 മീറ്റർ. ഇനി 3 മീറ്റർ ഉയരം, എച്ച് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. എത്ര കിട്ടി? എത്ര കിട്ടും? 5/3. 5നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 1.6666 അങ്ങനെ പോവും. 1.6666. അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഒക്കെ വന്നാൽ സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ ഈ 100 ന്യൂട്ടൻ്റെ ആവശ്യം നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനാണ് പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ലിവറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മക്കളെ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു 2-3 തവണ നിങ്ങൾ കാണണം. ഇവിടെ ഞാനൊരു വെയിറ്റ് ഇങ്ങനെ തൂക്കിയിട്ടു, ഇവിടെ അതിനെ ബാലൻസ് ചെയ്യുന്ന വേറൊരു വെയിറ്റ് വെച്ചു. ഇത് ലോഡാണെങ്കിൽ ഇത് എഫേർട്ടാവും. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം ലോഡാം എന്ന് പറയാം. ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം? ഇ എ എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ചാൽ കിട്ടുന്നതും ഇത് രണ്ടും ഗുണിച്ചാൽ കിട്ടുന്നത് ഈക്വൽ ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ, ഉത്തോലക തത്വം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുതിയേക്കട്ടെ. അതായത് ഇ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ എ. ഇതാണ് ഉത്തോലക തത്വം, ലിവർ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെയിറ്റും അതേപോലെ തന്നെ എഫേർട്ടും ലോഡൊക്കെ കാണാൻ പറയും. പക്ഷെ നമുക്ക് വരുന്നൊരു കട്ട് ചോദ്യമാണ്. ഈ 2 ലെങ്ത്താണ് കാണാൻ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കിയാൽ കുറച്ചൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ്? 1 മീറ്റർ നീളമുള്ളൊരു ലോഹദണ്ഡ് 1ാം വർഗ ഉത്തോലകമായി പ്രവർത്തിക്കുന്നു. ഇവിടെ 150 ഗ്രാം വെയിറ്റും തന്നിട്ടുണ്ട്, 350 ഗ്രാം വെയിറ്റും തന്നിട്ടുണ്ട്. സന്തുലിതമാണെങ്കിൽ യജ്ഞഭുജത്തിന്റെ രോധഭുജത്തിന്റെ നീളം കണ്ടെത്തുക. എന്തൊക്കെയാണ് കാണേണ്ടത്? കണ്ടോ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എഫേർട്ടാം ആൻഡ് ലോഡാം. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം വെറുതെ ഓർത്ത് വയ്ക്കാം. ഇത് എത്ര മീറ്റർ ആണ്? 1 മീറ്റർ. അതായത് 100 സെന്റിമീറ്റർ എന്ന് ഓർത്ത് വയ്ക്കാം. ഇവിടെ എത്ര തൂക്കിയുണ്ട്? ഒരു ഭാഗത്ത് 350 ഗ്രാം വെയിറ്റും ഇപ്പുറത്ത് എത്ര വെച്ചിട്ടുണ്ട്? എത്ര തന്നിട്ടുള്ളത്? 150 ഗ്രാം വെയിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസും രണ്ടും കാണണം. നമുക്ക് ചോദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇ എയും കാണണം, എൽ എയും നമ്മൾ കാണണം. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നോക്ക്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഇവിടെ ലോഡോ അല്ലെങ്കിൽ എഫേർട്ടൊക്കെ കാണാൻ പറയുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? എഫേർട്ടാകുമ്പോൾ ലോഡാകുമ്പോൾ ആണ് കാണേണ്ടത്. തന്നിട്ടുള്ള ക്ലൂ എന്താണ്? ഇതൊരു 1 മീറ്റർ ലെങ്ത് ഉണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പോൾ ഇ എ കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇ എ എന്നുള്ളത് നമ്മൾ എക്സോ അങ്ങനെ എന്തോ ആണെങ്കിലും എടുക്കാം. അപ്പോൾ ഇ എ നമ്മൾ എടുത്തു വിചാരിക്കാം. അപ്പോൾ ഇത് 1 മീറ്റർ ആണ്, ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് എടുക്കാം. ആ രീതിയിലൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ നമുക്കിത് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാന്നുള്ളത് ഞാൻ അടുത്തൊരു പേജിൽ ചെയ്തുതരാം. അതായത് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതിയേക്കാണ്. അതായത് ഇ ഇൻറ്റു ഇ എ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ എ. ഇത് നമുക്കറിയാം അല്ലേ? അങ്ങനെയെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 150 ആണ്. ഇത് 150 ആണ്. എൽ എന്ന് പറഞ്ഞാൽ 350 ആണ്. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ 150 എന്ന് കൊടുത്തു ഇൻറ്റു ഇ എ എന്നുള്ളത് ഞാൻ അങ്ങനെ തന്നെ എഴുതി വെച്ചു. സീക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ 350 ഇൻറ്റു എൽ എ എന്ന് പറഞ്ഞാൽ ഇത് ഇ ആണ്. ഇത് ടോട്ടൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 100 സെന്റിമീറ്ററിന് ഇത്ര ഇ എ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എൽ എ കിട്ടും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എക്സും വൈ ഒന്നും കൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യാം? എൽ എ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? 100 സെന്റിമീറ്ററിന് ഇ എ കുറച്ചു. ഒന്നുമില്ല മക്കളെ, ഇതാ നോക്കട്ടെ. അത് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അതിൽ ഈ ലെങ്ത് നമുക്ക് ഇ എ എന്ന് കൊടുത്തു. അപ്പൊ ഈ ലെങ്ത് കണ്ടെത്താൻ എന്ത് ചെയ്തത്? ഈ 100ന്ന് ഇതോട് കുറച്ചാൽ ഇത് കിട്ടൂലേ? എൽ എ കിട്ടൂലേ? അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോൾട്ടോ.
അപ്പൊ ഇവിടെ ഞാൻ 150 EA എന്ന് എഴുതി ഇസ് ഈക്വൽ ടു ഇതിനെങ്ങോട്ടും ഗുണിക്കും ഇതിനെങ്ങോട്ടും ഗുണിക്കുക. അപ്പൊ 350 ഇൻറ്റു 100 മൈനസ് 350 ഇൻറ്റു EA എന്ന് എഴുതാം. അതായത് 150 EA ഇസ് ഈക്വൽ ടു ഇവിടെ 350 കൂടെ ഒരു 2 പൂജ്യം ചേർക്കാം മൈനസ് 350 EA എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ EAനെ നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. മൈനസ് EA ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് EA എന്നായി മാറും. അപ്പോൾ 150 EA പ്ലസ് 350 EA ഇസ് ഈക്വൽ ടു 35,000 ഇവിടെ എഴുതിച്ചു. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 500 എന്ന് കിട്ടി. 500 EA ഇസ് ഈക്വൽ ടു 35,000 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? ഈ EA ഇസ് ഈക്വൽ ടു 500 കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ EA ഇസ് ഈക്വൽ ടു 35,000 ബൈ എന്ത് വരും? 500. ഈ 2 പൂജ്യം വെട്ടി 5 5 പ്രാവശ്യം 7 5 35. അപ്പോൾ 70 എന്ന് കിട്ടി. അപ്പോൾ EA ഇസ് ഈക്വൽ ടു 70 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ EA എന്ന് പറഞ്ഞാൽ 70 സെന്റിമീറ്റർ കിട്ടി. മക്കളെ നോക്കുക, ഈ EA എന്ന് പറഞ്ഞാൽ 70 സെന്റിമീറ്റർ കിട്ടി. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ 100 ഈ 70 കുറച്ചാൽ പോരെ. അപ്പം 30 കിട്ടി. അപ്പോൾ LA എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 30 സെന്റിമീറ്റർ. EA എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 70 സെന്റിമീറ്റർ. മക്കൾ, അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കാം. സാധാരണ രീതിയിൽ എപ്പോഴും നമുക്ക് എന്താ വരല്? ഇവിടുത്തെ ഒന്നില്ലെങ്കിൽ ലോഡ് കാണാൻ പറയും, അല്ലെങ്കിൽ എഫേർട്ട് കാണാൻ പറയും. ഈ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് തരും. പക്ഷെ ഈ ചോദ്യത്തിൽ എന്ത് തന്നിട്ടില്ല? EA എന്നുള്ള ഡിസ്റ്റൻസും LA എന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല. പക്ഷെ ടോട്ടൽ ഈ ഒരു സ്കെയിലിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1 മീറ്റർ. അതായത് 100 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ EA കാണാൻ പറഞ്ഞാൽ LA അല്ലെങ്കിൽ EA നമ്മൾ EA എടുത്തു, ഈ LA കാണാൻ പറഞ്ഞാൽ ടോട്ടൽ 100 ഇതോട് കുറച്ചാൽ മതി. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? EA കണ്ടെത്തി. കണ്ടല്ലേ, ഇതിലിങ്ങനെ ചെയ്ത് EA കണ്ടെത്തി. ഒന്നുമില്ല, ഈ ഇക്വേഷൻ എഴുതി. E എന്ന് പറഞ്ഞാൽ 150, EA അങ്ങനെ തന്നെ എഴുതി. L ഇൻറ്റു 350 എഴുതി. LA എന്ന് പറഞ്ഞാൽ 100 EA കുറച്ചാൽ നമുക്ക് LA കിട്ടും. അപ്പോൾ അതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ചെയ്തു പോയി. ഇത് ഒരു ഒറ്റ തവണ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തു നോക്കണം, എന്നാലേ മക്കളെ ഇത് പഠിക്കുള്ളൂ. ഇനി അടുത്ത് സ്ക്രൂ ജാക്കാണ്. സ്ക്രൂ ജാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലെത്തേണ്ടത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലെങ്ത് ബൈ ഹൈറ്റ്. അതായത് ഇതിനെ നമുക്ക് പിച്ച് എന്ന് പറയാം. എന്താ പറയുക? പിച്ച്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് 1 ത്രെഡ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ ഇടയിലുള്ള ഈ സ്പേസിനെ നമ്മൾ പിച്ച് എന്ന് പറയാം, പിരീഡ എന്നൊക്കെ പറയാം. ഒരൊറ്റ ഇതിൻ്റെ ലെങ്ത്താണ് L എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതാ ഒരു ചോദ്യം അവിടെ തന്നിട്ടുണ്ട്. ഇതേപോലത്തെ ഇതിൻ്റെ വേറൊരു മോഡൽ ചോദ്യമായിരുന്നു നമുക്ക് എന്ത് മോഡൽ എക്സാമിനാണ്. അപ്പോൾ ചോദ്യം എന്താണ്? സ്ക്രൂ ജാക്കുകൾ വസ്തുക്കൾ എളുപ്പത്തിൽ ഉയർത്താൻ ഉപയോഗിക്കുന്നു. സ്ക്രൂവിലെ 30 സെന്റിമീറ്റർ നീളത്തിൽ 15 പിരികളുണ്ട്. ഓരോ പിരീഡയും നീളം 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെ പിരീഡ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഈ സ്ക്രൂ ജാക്കിന്റെ യാന്ത്രിക ലാഭം കണക്കാക്കുക. ഇതാണ് നമ്മളെ ചോദ്യം. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞുതരാം. ഒരു സ്ക്രൂ എടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂവിൻ്റെ മൊത്തം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ചോദ്യമാണ് 30 നമുക്ക് തന്നിരുന്നത് അല്ലേ. ഇനി അതേപോലെ തന്നെ ഇതിൽ എത്ര പിരികൾ വരുന്നുണ്ട്? 15 പിരികളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പിച്ച് എങ്ങനെ കണ്ടെത്താം അല്ലേ? കാൽക്കുലേറ്റ് ഈ സ്ക്രൂവിൻ്റെ യാന്ത്രിക ലാഭം കണ്ടു. അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തൽക്കാലം പിച്ച് പിരീഡ എന്ന് പറഞ്ഞാൽ പിച്ച് അല്ലെങ്കിൽ പിരീഡ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ആണ് 30 ബൈ 15 പിരികളാണ് വരുന്നത്. അപ്പം 30നെ 15 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഹൈറ്റ് ആണ് 2 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ പറഞ്ഞാൽ ലെങ്ത് ബൈ H ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 15 പിരികൾ, ഒരു പിരിയുടെ നീളം 10 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ 10 ബൈ H എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി 2. അപ്പോൾ 5 എന്ന് കിട്ടി. ഇത്ര ഉള്ളു ചെയ്യാൻ. അപ്പോൾ ഇതേപോലത്തെ ചോദ്യമാണ് നമുക്ക് മോഡൽ എക്സാമിന് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രൂവിൻ്റെ ഹൈറ്റ് 30 സെന്റിമീറ്റർ ആണ്. ഇതിൽ 15 പിരികളാണുള്ളത്. അപ്പോൾ 30നെ 15 കൊണ്ട് ഹരിച്ച് നമുക്ക് ഓരോ പിരിയുടെ ഹൈറ്റ് വിടുത്ത് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ പിരീഡ എന്ന് പറയാം. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ പറഞ്ഞാൽ 10 ബൈ, അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂവിൻ്റെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഈച്ച് ത്രെഡ് 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 ബൈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഹൈറ്റ് 2 എന്ന് കിട്ടി. അപ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് പഠിക്കാം. ഇനി പിരീഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് ഈ 2 കോൺസിക്യൂട്ടീവ് കോൺസിക്യൂട്ടീവ് ത്രെഡ് എന്ന് പറഞ്ഞേക്ക്. ആ ത്രെഡിൻ്റെ ഇടയിലുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ, ആ ത്രെഡിൻ്റെ ഇടയിലുള്ള 2 പിരികൾക്ക് ഇടയിലുള്ള ആ ഹൈറ്റിനെ നമ്മൾ എന്താ പറയുക?
പിരീഡ എന്ന് പറയാം. അപ്പോൾ അതങ്ങനെ എഴുതാം. അപ്പോൾ ബി ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നോക്കുക മക്കളെ, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് കട്ടുകട്ടി ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതൊരു 2-3 തവണങ്ങൾ കാണണം, പ്ലസ് അതോടൊപ്പം തന്നെ ഒരു ഒറ്റ തവണങ്ങൾ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ കേട്ടിരുന്നാൽ പഠിക്കൂല. കാരണം ഈ ഒരു ചാപ്റ്ററിൽ, ലാസ്റ്റ് ചാപ്റ്ററിൽ എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല മക്കളെ. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് കാണുക, പഠിക്കുക. ഇനി SCRT ബേസ് ചെയ്തിട്ടുള്ള മറ്റു ചാപ്റ്ററിലെ ചോദ്യങ്ങളൊക്കെ ഇതേപോലെ ഞാൻ ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.